മുസ്ലിം സമുദായത്തിൽ സംഗീതം അവരുടെ വീട്ടിലും, ഹിന്ദു സമുദായത്തിൻ്റെ കലാപരമായ ഇതുകൾ അമ്പലങ്ങളിലുമാണ് ഞാൻ എൻ്റെ ചെറിയ കാലത്തൊക്കെ വീടുകളിലൊക്കെ സംഗീതം സുലഭമായിരുന്നു. എല്ലാ വീടുകളിലും പാടും. തെക്കൻ മലബാറിലാണ് ഞാൻ പറഞ്ഞത്, വടക്കൻ മലബാറിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നത്. സംഗീതം ഇല്ലാത്തതില്ല. മുസ്ലിംസിൻ്റെ ജീവിതധാരയിലെ ഒരു പ്രധാനതാണ് വീടുകളിലെ സംഗീതം. ആണും പെണ്ണും ഒക്കെ പാടി കളിക്കും. വട്ടം പിടിച്ചു വരിക്കല്ലേ മൈലാഞ്ചിച്ചിടിയെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത് ആ പാട്ടിന് സംഗീതം വേണ്ട എന്ന് തീരുമാനിച്ചത് എൻ്റെ ഉമ്മകാരനാണ്. ഞാനാ നടന്നു പോകുന്നുണ്ടെങ്കിൽ അയാൾ പറയും, രായമ്മരക്കാർ വീട്ടിൽ വാളക്കാവിൽ കുഞ്ഞുമൊയ്തുവിൻ്റെ മകൾ പണിക്ക വീട്ടിൽ തിരുനെല്ലി കുഞ്ഞാമിനയെ ചാവക്കാട്ടേക്ക് വിവാഹം കഴിച്ചതിലുണ്ടായ സന്തതി എന്നെ ചൂണ്ടിയിട്ട് 4 കൊണ്ടാ പഠിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ. ഇന്നിപ്പോൾ നമ്മളുടെ ഈ സോക്കോൾഡ് റിച്ച് എന്ന് പറയുന്ന ആളുകളിൽ പലരും കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഞാൻ പല പേര് പറയില്ല മാത്രമേ. അതെന്തുകൊണ്ടത്? അവർക്ക് നല്ല ധൈര്യം ഉണ്ടായത് കൊണ്ടാണ് അവർ കാശുണ്ടാക്കിയത്. ഈ പഠിച്ചാലാണല്ലോ ധൈര്യക്കുറവൊക്കെ വരിക. അവർ വലിയ പണക്കാരായുള്ള പല മനുഷ്യരും അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസമല്ല. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇപ്പോൾ ഈ പറയണേ, അതിൻ്റെ ഒരു അപകടവും ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് നിങ്ങൾക്കൊക്കെ പറയണേക്കാൾ ഇരട്ടി ഇതിലും അത് ഇന്നെ അടിക്കും. സിറ്റിസൺഷിപ്പിൻ്റെ പ്രശ്നം പറയും. അതായത് ഇന്ത്യക്കാരനല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എനി സിറ്റിസൺഷിപ്പ് ആർക്കായാലും അതൊരു പ്രശ്നമാണ്. അത് നമ്മളിപ്പോൾ ഈ പറയണതല്ല. ഇപ്പോൾ നമ്മൾ ഈ ഇതിൽ ഇപ്പോൾ അങ്ങനെ ടി വിയിലൊന്നും പറയുന്നതല്ല. അത് വരുമ്പോഴേ അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കും. ഞാനതാണ് പരദേശി. PT കുഞ്ഞുമുഹമ്മദ് എന്തിനാണ് സംവിധായകനായത്? PT കുഞ്ഞുമുഹമ്മദ് ഗൾഫിൽ പോയിട്ട് പണം ഉണ്ടാക്കാൻ പോയ ആളാണ്. ഈസ് ക്വാളിഫൈഡ് ഓൺലി ഫോർ ടു പ്രൊഡ്യൂസ്. നിനക്ക് പടം നിർമ്മിക്കാൻ മാത്രമേ കേരള അംഗീകാരം നൽകിയിട്ടുള്ളൂ, നീ ആരാ ഡയറക്റ്റ് ചെയ്യാൻ? ഈ ഒരു ചോദ്യം കേരളീയ സമൂഹത്തിലുണ്ടായിരുന്നു. ഇവിടെ വന്ന ആധുനികത എന്ന് പറയുന്നത് വന്ന് ഇരുന്നത് ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയിലാണ്. അതുമായിട്ട് മെർജ് ചെയ്യാണ് ചെയ്തത്. പോയിന്റ് ക്ലാരിറ്റി മനസ്സിലായി. അപ്പോൾ അവരുടെ ദുഃഖമാണ്, അവരുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടും. അവരെക്കുറിച്ചാണ് കൂടുതലും നമ്മൾ പറഞ്ഞത് എന്നുള്ളതാണ് സത്യം. ഈ ഗുരുവായൂരുമായിട്ടുള്ളത് ഒരു വലിയൊരു വ്യക്തിബന്ധം, അതായത് അതിൻ്റെ ഒരു സംസ്കാരമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനാവലിയുമായിട്ടൊക്കെ ഒരു വളരെ ആത്മബന്ധം ഇതൊക്കെ ഉണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഈ അടുത്ത് ഇറങ്ങിയ ആത്മകഥ പുസ്തകത്തിൻ്റെ അവസാനം പറയുന്നത് ഇനിയൊരു ജന്മം ഉണ്ടാവുമോ എന്നറിയില്ല. അത് തന്നെ ഒരു കോൺട്രവേഴ്സിയലായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം വെച്ചാൽ പിന്നെ മതവിശ്വാസമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പുനർജന്മമൊക്കെ ഉണ്ടാവാമല്ലോ. ഉണ്ടാവുമോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അത് ഗുരുവായൂർ നടയിലായിരിക്കണം വീണ്ടും എനിക്ക് ജനിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂർ നടയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ വളരെ കുട്ടിക്കാലം തൊട്ട് അവിടെയാണല്ലോ നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോൾ തന്നെ ഈ അമ്പലനടയിൽ വരിക എന്നുള്ളത് അവിടെ എല്ലാ വിഭാഗങ്ങളുടെയും ഒരു ജീവിതചര്യയാണ്. ഉച്ചരിയാകുമ്പോൾ എല്ലാവരും എടുത്തോടെ അമ്പലത്തിൻ്റെ ചുറ്റും നടന്ന് ചായ കുടിച്ച്, ചായക്ക് കഴിവുള്ളവരാണെങ്കിൽ ചായ കുടിക്കും. പിള്ളേരൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാനൊന്നും കഴിവുണ്ടാവില്ല, സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ. അപ്പോൾ അവിടെ വന്ന് പോകുക എന്നുള്ളത് ഒരു വലിയ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ 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 ദീർഘകാലം. എപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടി അബ്രഹാമത്തിയായിട്ട് പോയി അവനവിടെ കൂടെ നടന്ന്. അപ്പോൾ നമ്മളാളെ കാണുന്നത്, നമ്മളെ ഒപ്പം പഠിച്ചവരുണ്ടാവും, പിന്നീട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആളുണ്ടാവും. നമുക്കൊരു ഊർജ്ജമാണത്. ഏത് തരത്തിലുള്ള ഊർജ്ജമാണ്? ഒരു ആത്മീയ ഊർജ്ജമാണോ അതോ ഒരു സാംസ്കാരിക ഊർജ്ജമാണ്? നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഒരു നാട് എവിടെ പോയാലും തിരിച്ചു വരണം എന്ന് തോന്നുന്നത് അതാണ് ഒരുപാട്. ഈ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനടുത്തുള്ള ഒരു പള്ളിയുമായിട്ടും അവിടുത്തെ ഒരു അത് പള്ളിയുടെ നടത്തിപ്പുകാരനെ ടിപ്പു വധിക്കുന്നതായിട്ടുമൊക്കെ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതെന്താണെന്ന് ഒന്ന് ഓർമ്മിക്കാൻ പറ്റുമോ? എന്താണ് പറഞ്ഞു കേട്ട കഥ എന്നുള്ളത്? അതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഐദ്രോസ് കുട്ടി മൂപ്പർ
എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തലം ഉണ്ടായിരുന്നു. സാമൂതി രാജാവിൻ്റെ കരംപിരിവുകാരനെയാണ്. പിന്നീട് നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് ചാവക്കാട് ജുമായത്ത് പള്ളി. അത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലാണ്, ഗുരുവായൂർ അമ്പലത്തിനടുത്താണ്, പെരുന്താട്ട ശിവക്ഷേത്രത്തിൻ്റെ നേരെ പിന്നിലാണ് ഈ പള്ളി നിൽക്കുന്നത്. സാമൂതിരി ഉണ്ടാക്കി കൊടുക്കാം. സാമൂതിരി ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞ അബദ്ധമാകുമെന്ന് അറിയില്ല, ക്ലെയിം ഒന്നും ഉണ്ടായിക്കില്ലല്ലോ. സാമൂതിരി ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്. അങ്ങനെ ഈ പള്ളിയിൽ ഇത് ഇരിക്കുന്ന കാലത്താണ് പിന്നീട് ടിപ്പു വരുന്നത്. ടിപ്പു വരുമ്പോൾ ടിപ്പു ഗവർണറാക്കിയത് ഇയാൾ തന്നെ, വേറെ ആളെ കിട്ടിയില്ല. പക്ഷെ ഇയാൾ സാമൂതിരിയോട് ആത്മബന്ധമുള്ള ഒരാളാണ്. അത് നിരവധി ആളുകൾ അങ്ങനെയായിരുന്നു. ടിപ്പുവായിട്ട് പല മുസ്ലിം പ്രമാണിമാരും എതിർക്കുന്നത് ഈ സാമൂതിരിയുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ്. അത് വളരെ ശക്തമായിട്ട് അവർക്ക് ഒരടുപ്പുണ്ടായിരുന്നു. അങ്ങനെ ടിപ്പു ഇയാളെ ഗവർണറാക്കും. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കുറച്ച് പൈസയുടെ ആവശ്യമാണ്. ആ പൈസയുടെ ആവശ്യം വന്നപ്പോൾ ടിപ്പു മൂപ്പരോട് പറഞ്ഞ് നിങ്ങളൊന്ന് പോയി ചോദിക്കണം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ഞാൻ ചോദിക്കില്ല, ഐദോസ് സ്റ്റോപ്പിൽ പറഞ്ഞു ഞാൻ ഇവിടുത്തുകാരനാണ്, ഐ വിൽ നോട്ട് ആസ്ക്, എനിക്ക് ചോദിക്കാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങളുടെ സത്യമംഗലം ഗവർണറുണ്ട് ശ്രീനിവാസ് അയ്യർ, ഹൈദരലി ദത്തെടുത്ത് വളർത്തിയ ബ്രാഹ്മണൻ, ക്ഷത്രിയനിൽ ഉണ്ട് എന്ന് കണ്ടിട്ട് ദത്തെടുത്തു എന്നാണ് പറയുന്നത്. അയാളെ കൊണ്ട് ചോദിപ്പിക്കാം. അയാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ചോദിക്കില്ല, ഞാൻ ഹിന്ദു മതവിശ്വാസിയാണ്, അപ്പം എനിക്ക് ഈ അമ്പലത്തിൽ നിന്ന് പൈസ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു തദ്ദേശീയനാണെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ടിപ്പു പറഞ്ഞു ഞാൻ ക്ഷത്രിയനാണ്, എൻ്റെ ധർമ്മം ഈ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, എനിക്ക് ഈ പൈസ കിട്ടിയേ പറ്റുള്ളൂ, ഈ പൈസ കിട്ടിയാലേ എനിക്ക് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കും, ഞാൻ വാങ്ങിക്കും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഗുരുതരമായ മിസ്റ്റേക്കാണ് ചെയ്തത്, അതുകൊണ്ട് ഐദോസ് ട്യൂപ്പിനെ വധിക്കാൻ തീരുമാനിക്കുന്നു, ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും തീരുമാനിക്കുന്നു. ഐദോസ് ട്യൂപ്പരെ അറസ്റ്റ് ചെയ്ത് കൂറ്റനാടേക്കാണ്, കൂറ്റനാടാണെന്നുണ്ട് ഒരു സെൻറ്ററാണ്, അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ചാട്ടുകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ പല്ലക്കിലാണ് കൊണ്ടുപോകുന്നത്. പല്ലക്കിൽ ഇയാൾ കരുതിയിരുന്ന തലയണയിലുണ്ടായിരുന്ന കരിങ്കല്ലെടുത്തിട്ട് കുളത്തിലേക്ക് എറിയുകയും ഇയാൾ ചാടിയതാണെന്നുള്ള ധാരണയിൽ അവരെല്ലാം കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചാടുകയും ഇയാൾ ഈ ഇതിലവിടുന്ന് എസ്കേപ്പ് ചെയ്ത് വീണ്ടും വന്ന് പെരുന്താട്ട ശിവക്ഷേത്രത്തിൻ്റെ പിന്നിൽ വിടുത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിലയുറപ്പിക്കുകയും ചെയ്തു. അവിടെ വന്നപ്പോൾ ഇയാളുടെ അംഗരക്ഷകരായിട്ടുള്ള 4 ഈഴവ കുടുംബങ്ങളുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായുള്ളൊരു കുടുംബമാണ് മേലേപ്പര എന്ന് പറയുന്നത്. അവരവിടുത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. മേലേപ്പര, കുറുമ്പൂരയിൽ, ചെഞ്ചേരി എന്നിട്ട് ഉണ്ട്. പിന്നെ ഒരു വീടും കൂടി ഉണ്ട്, എനിക്കറിയില്ല, ഓർമ്മയില്ല. ഈ ചെഞ്ചേരിയിൽ നിന്ന് ഇയാൾ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ആര് മുപ്പര് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും വന്നു. പിന്നെ ഒരു വെളുത്തോടെ നായരും ഇയാൾ അംഗരക്ഷകരായി. ഈ 4 ഈഴവ കുടുംബങ്ങളെ അയാൾ പറഞ്ഞയച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട, ഇയാൾ പോകാൻ കൂട്ടാക്കിയില്ല. ഈ വെളുത്തോടെ നായർ പോകാൻ കൂട്ടാക്കാതായപ്പോൾ അങ്ങനെ അവരെ പറഞ്ഞയച്ച് ടിപ്പുവിൻ്റെ പട്ടാളം വന്ന് ഇയാളായിട്ട് യുദ്ധം ചെയ്ത് ഇയാളെ കൊന്നു. ഇയാളെ കഴുത്തറുത്ത് 2ആക്കി ബോഡി. മറ്റേ ഇയാളെ പിന്നെ വിളക്കത്തല നായരെ ഇതിലിടുകയും ചെയ്തു, കൊന്നു. പക്ഷേ ഇയാളെ ചുള്ളിവരലും അറ്റുപോയിരുന്നു. അപ്പോൾ ചുള്ളിവരലും ഈ വെളുത്തട നായരെയും എടപ്പുള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി. അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു. ഈ എടപ്പുള്ളി എന്ന് പറഞ്ഞാൽ ആ വേറെ ഒന്നുമില്ല, അവിടെ ഒരു സാധനവും ഇപ്പോൾ ഇല്ല. അവിടെ ഒരു പള്ളി, ചെറിയ പള്ളിയാണ്, ചെറിയ പള്ളി. ഈ 2 പേരുടെയും കബറാണ് അവിടെ. ഇത് ചുള്ളിവരലിൻ്റെയും ഈ വെളുത്തട നായർ. അതാണ് എടപ്പുള്ളി നേർച്ച മകരം 15 നടന്നത്. ഇയാളുടെ പിന്നെ
ഹൈദ്രോസ്റ്റി മൂപ്പരെ മൃതദേഹം മണത്തലിക്ക് കൊണ്ടുപോയി. സാമൂതിരി സാമന്തന്മാരൊക്കെ കൂടി കൊണ്ടുപോയിട്ട് അവിടെ മറവ് ചെയ്തു. അപ്പോൾ മറവ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഐതിഹ്യം എന്താ വെച്ചാൽ ഇയാളെ തലയും ഉടലും രണ്ടായിരുന്നല്ലോ, അത് രണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടു ദൈവം എന്നാണ്. അവിടെ നിന്നാണ് ഇതിന് ഭക്തി വരുന്നത്. അങ്ങനെയാണ് അത് നേർച്ചയായിട്ട് മാറുന്നത്. അവർക്ക് എല്ലാ കൊല്ലവും സാമൂതിരിയുടെ ആൾക്കാർ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അവിടെ ഈ കൊടിയുയർത്തുമ്പോഴൊക്കെ ഈ മേലേപ്പയുടെ വീട്ടിലേക്ക് ഇത് കൂട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു കഥയാണ് അത്. ഈ ചേറ്റുവയിൽ നിന്ന് പിന്നെ ഈ പറഞ്ഞ ഗുരുവായൂർ നടയിലേക്ക് അവിടുന്ന് പിന്നെ പഠനത്തിന് ചാവക്കാടേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല ഒരു നമ്മൾ അറിയുന്ന ഇടത്തോളം നല്ല ഒരു സാംസ്കാരിക ഭൂമികയാണ്. അവിടെയുള്ള ജീവിതം എങ്ങനെയായിരുന്നു കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ? പലപ്പോഴായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയെ പറ്റി പറയുന്നുണ്ട്, ഉപ്പയെ പറ്റി പറയുന്നുണ്ട്. അവർക്കൊരു പൊതുവേ ഒരു സംസ്കാരത്തോടും സംഗീതത്തോടും ഒക്കെ പൊതുവേ കമ്പമുള്ള ആൾക്കാരായിരുന്നു. ഉമ്മ സ്കൂളിൽ പോയുള്ള ആളാണ്. സാധാരണ മുസ്ലിംസ് സ്കൂളിൽ പോവില്ല, സ്ത്രീകൾ പോവില്ല. എൻ്റെ അമ്മ സ്കൂളിൽ പോയില്ല, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടൊക്കെ അറിയായിരുന്നു, മാപ്പിള പാട്ടുകൾ അറിയാം, ചില കവിതകൾ അറിയാം. KSK തളിക്കളത്തിൻ്റെ അമ്മുവിൻ്റെ ആട്ടുംകുട്ടിയൊക്കെ അമ്മ പഠിപ്പിച്ചെന്നുള്ള എനിക്ക്, എൻ്റെ ഉമ്മ പഠിപ്പിച്ചെന്നാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ 111 വയസ്സിലാണ് മരിക്കുന്നത്, 1976. അപ്പോൾ അദ്ദേഹം 1865 ജനിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അയാൾ 15 വയസ്സിൽ സിലോണിലേക്ക് പോയി. 15 വയസ്സിൽ സിലോണിലേക്ക് പോയി. അന്ന് സിലോൺ എന്നാണ് പറയുന്നത്. അന്നത്തെ ഒരു മൈഗ്രേഷൻ. എനിക്ക് തോന്നുന്ന ആദ്യത്തെ ഈ ഡയസ്പോറകളിൽ ഒരാളാണ് പുള്ളി. പിന്നെ കോൺട്രാക്ടറായി പോലീസിൽ ജോലി ചെയ്ത് പുള്ളി സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളി തീരെ ഭയമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചൊരു സാധനം, പേടിച്ചിട്ടൊളിക്കണ കൂടെ ഇവിടെ. ഞാൻ അതിൻ്റെ ആത്മകഥയെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇയാൾ എന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പേടിച്ചിട്ടൊളിക്കണ കൂടെ ഇവിടെ ഉണ്ട്. അയാൾക്കൊരു 80 വയസ്സുള്ളപ്പോഴാണ്, 85 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ബോധിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും ഫൈറ്റ് ചെയ്യാനും വിട്ടെറിഞ്ഞു പോരാനും ഒക്കെ ഉള്ള, പലപ്പോഴും ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുന്ന ആളല്ല. ഈ പലരും പറയും വിരിച്ചെടുത്ത് കിടക്കില്ല എന്നറിയില്ലേ, ആ ഒരു സ്വഭാവം നമുക്കുണ്ട്. അപ്പം അതൊക്കെ കിട്ടുന്നത് ഇതിൽ നിന്നാണ്. എപ്പോഴും ഇങ്ങനെ മാറി മാറി പോരാനോ അല്ലെങ്കിൽ ഒരു ഇത് വന്നാൽ ഫൈറ്റ് ചെയ്യാനും കിട്ടുന്നത്. പേടിച്ചിട്ടൊളിക്കാൻ കൂടില്ല എന്നുള്ളിടത്ത് തന്നെ നമ്മൾ ഈ പഴയ മാപ്പിള കുടുംബങ്ങളില്ലാത്ത പല ശീലങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബ ശൃംഖലയാണ് പി.ടിയുടെ നിന്ന് പറഞ്ഞു. അതായത് ഇപ്പം മ്യൂസിക്കിന് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു ഉമ്മ ഒപ്പനയുടെ ഒരു വലിയ ആളായിരുന്നു. അതിൽ നിന്നാണ് മറ്റേ പരദേശിയിലെ ആനന്ദ കണ്ണീരിൽ നിന്നുള്ള ഇത് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഓർമ്മകളൊന്നും എന്താ വെച്ചാൽ തെറ്റായ ചില ധാരണകളാണ് അത്. എന്താ വെച്ചാൽ അവരുടെ മുസ്ലിം സമുദായത്തിൽ സംഗീതം അവരുടെ വീട്ടിലും, ഹിന്ദു സമുദായത്തിൻ്റെ കലാപരമായ ഇതുകൾ അമ്പലങ്ങളിലുമാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ ചെറിയ കാലത്തൊക്കെ വീടുകളിലൊക്കെ സംഗീതം സുലഭമായിരുന്നു. എല്ലാ വീടുകളിലും പാടും. തെക്കൻ മലബാറിലാണ് ഞാൻ പറഞ്ഞത്, വടക്കൻ മലബാറിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയുന്നത്. സംഗീതം ഇല്ലാത്തതില്ല. മുസ്ലിംസിൻ്റെ ജീവിതധാരയിലെ ഒരു പ്രധാനതാണ് വീടുകളിലെ സംഗീതം. ആണും പെണ്ണും ഒക്കെ പാടി കളിക്കും. ഇപ്പോൾ ഈ ഉദാഹരണമായിട്ട് പിന്നെ ഞാൻ കണ്ടുള്ള ഒരു ഇതായിട്ട് തോന്നിയുള്ളതെന്ന് വെച്ചാൽ, മണവാളനെ ബാർബർ വന്നിട്ട് ഷേവ് ചെയ്യുന്നൊരിതുണ്ട്. ഈ ഷേവ് ചെയ്യുന്ന സമയത്ത് ബാർബറും ഇരിക്കും, ഈ മണവാളനും ഇരിക്കും. കത്തി ഇതൊക്കെ ആയിട്ടായിരിക്കും. ഹൊസാൻ എന്നാണ് പറയുക. ചുറ്റുഭാഗം ആൾ എന്നിട്ട് പാടും, കൈ കൊട്ടിയിട്ട് പാടും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പരിഷ്കൃതരായാലൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. ആ കാലത്ത് തന്നെ ചെയ്യാൻ വിമുഖരായിരുന്നു. മുസ്ലിം വീടുകളിൽ സംഗീതം പുരുഷനും സ്ത്രീകളൊക്കെ തന്നെ ഡാൻസ് ആടിയിട്ടും ഇതൊക്കെ ഇതിപ്പോഴും കാണാൻ ചില പോർഷൻസൊക്കെ എപ്പോഴും ഉണ്ട്. അന്നുണ്ടായിരുന്നു. പിന്നീട് ഈ മുസ്ലിംസിലെ എഡ്യൂക്കേഷൻ വരുന്നത്, ബ്രിട്ടീഷ് പുതിയ എഡ്യൂക്കേഷനും സിസ്റ്റമൊക്കെ വരുമ്പോഴാണ് ഇത് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ പാടിയിരുന്നത് എൻ്റെ പെങ്ങൾ പാടാതായി. അപരിഷ്കൃതമാണത്.
മനസ്സിലായി. ഈ ആനന്ദക്കണ്ണീരിനാഴത്തിൽ എന്നുള്ളത് റഫീഖ് അഹമ്മദിന്റെ വരികളാണ്. വരികളാണ്. പക്ഷെ അതിന്റെ ഒരു ഒറിജിൻ വരുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉമ്മ പാടിയ ഏതെങ്കിലും അല്ല, പാട്ടുകളോ? തട്ടം പിടിച്ചു വരിക്കല്ലേ മൈലാഞ്ചി ചെടിയെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത് ആ പാട്ടിന് സംഗീതം വേണ്ട എന്ന് തീരുമാനിച്ചത് എൻ്റെ ഉമ്മ കാരനാണ്. എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ഉമ്മാനെ കൊണ്ട് പാട്ട് പഠിക്കും രാത്രിയിൽ. ഒരു വലിയ പറമ്പത്, അവിടെ രാത്രി വളരെ നിശബ്ദമാണ്. എൻ്റെ ഉമ്മയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ, പ്രകൃതിയിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പാടുന്ന പാട്ടുകൾ മോയിൻകുട്ടിയുടെയാണ്, അല്ലെങ്കിൽ പരീക്കുട്ടി മഹാകവി ചേറ്റുവായി പരീക്കുട്ടിയാണ്. ഈ പാട്ടുകളാണ് പാടുന്നത്. ഇത് പാടുമ്പോൾ ഇവരൊക്കെ അങ്ങനെ കേട്ടിരിക്കും, വലിയപ്പോൾ അങ്ങനെ കേട്ടിരിക്കും, മ്യൂസിക്കില്ല. അതാണ് ഞാൻ തട്ടം പിടിച്ച് വലിക്കുന്ന. അവൾ പാടുന്നത് രാത്രിയാണ്, അത് രാത്രിയാക്കിയതാണ്. മോഹൻലാൽ കേൾക്കുകയാണ് ഇതുകൊണ്ട്, മോഹൻലാലൊന്നും പറയുന്നില്ല അതിൽ. അപ്പോൾ ഇതിന് മ്യൂസിക് വേണ്ട എന്നൊരു തീരുമാനം എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ രമേശ് നാരായണനോട് പറഞ്ഞപ്പോൾ രമേശ് നാരായണൻ ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടർ സംഗീതം അല്ലാണ്ട് ചെയ്യാൻ കൂട്ടാക്കില്ല. ആ പറഞ്ഞു പദ്യം ചെല്ലുന്ന പോലെ ആവുള്ളൂ പീട്ടിയത്, എന്തത് പദ്യം ചെല്ലുന്ന പോലെ രമേശ്. ഞാൻ പറഞ്ഞു രമേശ് ജി അത് മതി നമുക്ക്. എന്നിട്ട് അത് പിന്നെ ഇത് ട്യൂണിട്ട് പാടി മൂപ്പൊരു സ്ട്രിങ് ഇട്ടിട്ട് കൊടുത്തയച്ച് ഷൂട്ട് ചെയ്യാൻ. ഞാൻ അത് ഒരു സ്ട്രിങ്ങെങ്കിലും കിടക്കട്ടെ, ഞാൻ തിരിച്ചയച്ച്. എന്നിട്ട് ഫുള്ളായിട്ട് എല്ലാ മ്യൂസിക്കും എല്ലാ സൗണ്ടും എടുത്ത് കളഞ്ഞിട്ട് ഈ പാടുന്ന സുജാതയുടെ സൗണ്ട് മാത്രമാക്കിയിട്ട് പോകും. പക്ഷെ അത് ഗംഭീരമായിന്ന് രമേഷ് ജി തന്നെ പറഞ്ഞു എന്നോട്. അത് ചിലപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്, അല്ലാണ്ട് നമ്മൾ ഗോദാർദിയിൽ നിന്നൊന്നും പഠിച്ച ആളല്ല. നമ്മളവിടുത്തെ സിനിമാക്കാരെ പോലെ ഗോദാർദ് ബ്രസ്സോടൊന്നും പഠിച്ച ആളല്ല. ഈ പിന്നെ ചാവക്കാട് ഞാനിപ്പോൾ പറഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലേ, ചേറ്റുവ, ഗുരുവായൂർ, അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും വല്യുപ്പയും വല്യുമ്മയും ഒക്കെ ചേർന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വലിയൊരു റിച്ചായ ഒരു അനുഭൂതിയുടെ ഒരു സ്ഥലവും കൂടിയാണ്. പ്രത്യേകിച്ചും സെക്യുലറായി എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഇടകലർന്ന മതജീവിതങ്ങളുടെ ഒരു വലിയൊരു അന്തരീക്ഷം അവിടെയുണ്ട്. അതെങ്ങനെയാണ് പിന്നെ പീട്ടിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്? ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഉമ്മൊക്കെ തന്നെ അടുത്ത വീട്ടിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു സഹോദര തുല്യമായിട്ടുള്ള ഒരു അടുപ്പം അവർ കാണിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ്റെ ഒപ്പം പഠിച്ചിരുന്നവരൊക്കെ അവിടെ വരും. അപ്പോൾ അവരൊക്കെ എൻ്റെ ഉമ്മാനെ ഒരു ബാലൻ വക്കീലിനെ അയാളെ കണ്ടിട്ടില്ല, അയാൾ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഉമ്മ പറയുന്നത് കണ്ട് ബാലൻ വക്കീലിന്. അപ്പോൾ ബാലൻ വക്കീൽ വന്നാൽ എൻ്റെ ഉമ്മാനൊക്കെ കുഞ്ഞിത്താന്നാണ് വിളിക്കുക, അത്ര അടുപ്പായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ രാമുകാരിയാട്ടിൻ്റെ വീട് തൊട്ടടുത്താണ്, അവിടുന്ന് 1 കിലോമീറ്റർ. എന്തെങ്കിലും അസുഖം വന്നാൽ രാമുകാരിയാട്ടിൻ്റെ അവിടെ അവർ ചികിത്സകരാണ്, വൈദ്യന്മാരവർ, അവിടെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മിങ്കിളിങ് ആ സൊസൈറ്റിയിലുണ്ട് അവിടെ. പിന്നെ നമ്മളുടെ കേരളത്തിലെ ഇതുണ്ടല്ലോ, അത് ഈ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഭൂപ്രദേശങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതായത് താമസിക്കുന്നത് ഇപ്പോൾ ഒരു ഹിന്ദു താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ഈ കണ്ടൻകോരനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുടികിടപ്പുകാരനായിരുന്നു നമ്മുടെ അമ്മയുടെ വീട്ടിൽ. എന്തൊരു സ്നേഹം അതിൻ്റെ കമല, അന്തം വിട്ടുപോയിട്ടുണ്ട് അയാളുള്ളൊരു സ്നേഹത്തിൻ്റെ മുന്നിലൊക്കെ. നമുക്കൊന്നും അതിൻ്റെ ഒരു 10-ലൊരു അംശം അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. മരണം, കല്യാണം, എല്ലാ വിശേഷങ്ങളും എൻ്റെ ഉമ്മാനെ വന്നറിയിക്കുന്ന ഇയാളാണ് അവിടുന്ന്. അന്ന് വന്നറിയിക്കാണല്ലോ, അല്ലാണ്ട് ഇതൊന്നുമില്ലല്ലോ, വിളിക്കാൻ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ വഞ്ചിയിലാണ് പോവുക, ബസ്സിൽ പോവില്ല. അപ്പോൾ ഇയാൾ വഞ്ചിയായിട്ട് വരും. വഞ്ചിയായിട്ട് വരുമ്പോൾ ആട്, കോഴി, ഉമ്മ, ഞാൻ, പെങ്ങൾ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ കൂടിയുള്ളൊരു യാത്ര ഉണ്ട്. ഭയങ്കര ഒരു കിലോമീറ്റർ നടന്നിട്ടാണ് ഈ പിന്നെ പുഴയുടെ തീരത്തെത്തുള്ളൂ. ഈ ഒരു നടത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ ആടിനൊക്കെ വലിച്ചിട്ട് വെല്ലിപ്പ് ഞങ്ങൾ കൂടെ നടക്കുന്നത്. എന്നിട്ട് ആ യാത്ര വഞ്ചിയിൽ പുരയുള്ള വഞ്ചിയാണ്, ആ വഞ്ചിയിലാണ് യാത്ര. അതൊരു മനോഹരമായ ഇതായിരുന്നു, അനുഭവമായിരുന്നു. ഈ ഗുരുവായൂരിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു പ്രത്യേകിച്ചും അമ്പലങ്ങൾ, പള്ളികൾ ഒക്കെ ഒന്നിച്ച് ചേർന്ന ഒരു പ്രദേശം, അവിടെയുള്ള ഒരു അനുഭവം പീട്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അമ്പലം നടയിൽ കൂടി നടക്കുന്ന ഒരു സിദ്ധൻ, ഒരു സ്വാമി മുന്നോട്ടാണ് നടക്കുക, പക്ഷെ പിന്നോട്ടാണ് സംസാരിക്കുക. പീട്ടി പറയുന്നുണ്ടെങ്കിൽ പീട്ടി ഉണ്ടെന്ന് അറിഞ്ഞ് സംസാരിക്കും. അതുപോലെ മുഹമ്മദ് നബീനോട് സംസാരിക്കും, ശ്രീകൃഷ്ണനോട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊരു ഒരു പിന്നെ നമ്മൾ പറയുന്ന ഒരു സൂഫിസത്തിൻ്റെ ഒക്കെ ഒരു
ആലങ്കാരിക യുക്തികളിൽ പെട്ടു പോകുന്നതാണോ? ഒരുപാട് ആളുകൾ തന്നെ. പിന്നെ സൂഫിസത്തിൻ്റെ ഒരു ഇത് തന്നെയല്ലേ, യാതൊരു സംശയമില്ല. ഈ സ്വാമിനെ ഞാൻ കാണുന്നത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഇയാളിങ്ങനെ നടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പുസ്തകമായിട്ട് പോകുമ്പോൾ ഇയാളിങ്ങനെ ഓരോന്ന് പറയും. ഞാൻ ഇന്നലെ, അപ്പോൾ ഇയാളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇയാൾ കാണാൻ ആചാനബാഹുവായിട്ടുള്ള ഒരാളാണ്. വിരിഞ്ഞ മാറ്, ഒരു മുണ്ട് ഇങ്ങനെ പുതച്ചുണ്ടാവും. ഈ പുതപ്പും ഇതിൻ്റെ ഇടയിൽ കൂടി ഇയാൾ പറയും. ഇയാളുടെ മെയിൻ പണി എന്താ വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റിന് കത്തെഴുതലാണ്. ഏറ്റവും വലുതാണ് ഇത്. ഇന്ത്യൻ പ്രസിഡന്റിന് കത്തെഴുതിയിട്ട് അത് സാധിച്ചു കൊടുക്കും. അത് ഈ ക്ഷയരോഗം വന്നവർക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണ കാലത്ത്, മനസ്സിലായില്ലേ? അതിന് വേണമെങ്കിൽ ഇത് വേണം, പെർമിഷൻ വേണം. അത് അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയാൾ നേരെ എഴുതുക പ്രസിഡന്റിനാണ്, ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഇയാൾ എഴുതും, നന്നായിട്ട് എഴുതും. അങ്ങനെ പലർക്കും ഇയാൾ ക്ഷയരോഗ ആശുപത്രിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ചികിത്സയ്ക്ക്. അന്ന് ക്ഷയരോഗത്തിന് കിടന്ന് ചികിത്സിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ ചില ദിവസം വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്നലെ കൃഷ്ണനെ കണ്ടിരുന്നു. പിന്നെ പറയും, മുഹമ്മദായിട്ട് ഞാൻ സംസാരിച്ചു. ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കും. അപ്പോൾ ഇയാൾ മാത്രമല്ല, ഒരുപാട് ഇതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു ചേറ്റുവയിൽ. അയാൾ ഇങ്ങനെ നടക്കും. അയാൾ അറക്കൽ യൂസഫിൻ്റെ കസിനാണ്. അറക്കൽ യൂസഫിൻ്റെ കസിനാണ് ഇയാൾ. ഇയാൾ ഇങ്ങനെ നടക്കും. ഇയാൾ നടന്നിട്ട് ഇങ്ങനെ രാമുകാരിയേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ ഇയാൾ നടക്കുക. റോഡാ, കടവത്താണ് വീട്. അപ്പോൾ ഇയാൾ നടന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇയാൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന സാധനങ്ങളല്ല. അപ്പോൾ സൽമാൻ ഇബ്നു ഫാരിസ് മദീനയിൽ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഷാം എന്ന് പറയുന്നത് പിന്നെ സിറിയയിലെ നഗരം, ഡമാസ്കസിൻ്റെ പേര്. ഇത് കണക്ഷനില്ലാത്ത സാധനങ്ങളായിരുന്നു. പിന്നെ മൂപ്പര് കണക്ട് ചെയ്യുന്ന നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനാ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അയാൾ പറയും, രായമ്മരക്കാർ വീട്ടിൽ വാളക്കാവിൽ കുഞ്ഞുമൊയ്തുവിൻ്റെ മകൾ പണിക്ക വീട്ടിൽ തിരുനെല്ലി കുഞ്ഞാമിനയെ ചാവക്കാട്ടേക്ക് വിവാഹം കഴിച്ചതിലുണ്ടായ സന്തതി എന്നെ ചൂണ്ടിയിട്ട് 4 കൊണ്ടാ. മൂപ്പര് പാസിംഗ് ഷോണ് വലിക്കുക. പിന്നെ മൂപ്പര് ബിരിയാണി ചാവക്കാട് നിന്ന് വരുത്തിച്ചിട്ടാണ് കഴിക്കുക. ഓരോരുത്തർക്ക് കൊടുക്കുമല്ലോ. ഇയാൾ ഇങ്ങനെ നടന്ന് വർത്തമാനം പറയാം. ഒരു ദിവസം അയാൾ അങ്ങാടിയിലുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ്, കടവത്തുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ്, ഒരു പിടിയമുറിയിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ചിട്ട് മരിച്ചു. ആ ദിവസം തന്നെ മരിച്ചു. യാത്ര പറഞ്ഞു പോയി, ആ ദിവസം തന്നെ മരിച്ചു. സമാധിയാവുക എന്നൊക്കെ പറഞ്ഞു. സമാധിയാവുക. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ഈ ജീവിതത്തിൽ. ഞാൻ സിനിമയിൽ, എൻ്റെ അടുത്ത സിനിമയിൽ സ്ക്രിപ്റ്റിൽ അയാളുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഈ രൂപങ്ങളൊക്കെ ആണല്ലോ പി.ടിയുടെ. അതായത് നേരത്തെ പറഞ്ഞു ഗദാർദോ ബെനുവലോ എന്നല്ല, നമ്മുടെ മാസ്റ്റേഴ്സ്, നമ്മുടെ ജീവിതാനുഭവമാണ്. നമ്മുടെ നാട്ടിൻപുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഫോം പോലും അതാണ്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വന്നു. അതും നല്ല രീതിയിലുള്ള കൾച്ചറുള്ള സ്കൂളുകളിലാണ് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. അത് ഓർമ്മയുണ്ടോ? അതിൻ്റെ പഠനകാലം ഓരോ കാലവും അങ്ങനെയായിരുന്നു. അതെ, ചാവക്കാട് സ്കൂൾ തന്നെ ഇപ്പോൾ കെ എൻ പണിക്കരൊക്കെ പഠിച്ച സ്കൂളാണ്. പിന്നെ ഒരുപാട് പിന്നെ ജസ്റ്റിസ് ശംസുദ്ദീൻ, അങ്ങനെ ഒരുപാട് ആളുകൾ പഠിച്ച സ്കൂളാണ്. കേരളത്തിലെ പ്രസിദ്ധരെ ചാത്തനാഥ അച്ചോസണ്ണി ഒക്കെ അവിടെ പഠിച്ചതാണ്. MT വാസുദേവൻ നായർ പഠിപ്പിച്ചിട്ടുണ്ട് അത്ര അവിടെ, 1 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. വളരെ അന്നത്തെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നാണ് ചാവക്കാട് ഗവൺമെൻറ് ബോർഡ് സ്കൂൾ എന്ന് പറയുന്നത്. അത് പഠിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു ലക്ഷറി ആയിരുന്ന ഒരു സമയം കൂടിയാണത്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. പഠനം ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കോളേജ് പഠനം പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ കഴിയുന്നു. എന്നാൽ പഠിക്കുക എന്നുള്ളതൊരു അഹങ്കാരവും കൂടിയാണല്ലോ. കാരണം നമുക്ക് തോന്നുന്നുണ്ടല്ലോ, പഠിച്ചാലെന്തോ പഠിക്കാതിരിക്കുന്നതിനേക്കാളും എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ തോന്നൽ പ്രത്യേകിച്ചും നമ്മൾ പൊതുവേ മുസ്ലിം സമൂഹത്തിനെ പറ്റിയൊക്കെ പറയുന്നത് വെച്ചാൽ പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ലതെന്ന് പറയുന്ന സമയത്ത് പി.ടിന്റെ കുടുംബം, അതുകൊണ്ടാണ് ഒരുപാട് വലിയ മുതലാളിമാരുണ്ടായത്. പഠിക്കാതെ ഇരിക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ. ഇന്നിപ്പോൾ നമ്മളുടെ ഈ സോ കോൾഡ് റിച്ച് എന്ന് പറയുന്ന ആളുകളിൽ പലരും കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഞാൻ പല പേര് പറയില്ല എന്ന് മാത്രമേ. അതെന്തുകൊണ്ടത്? അവർക്ക് നല്ല ധൈര്യം ഉണ്ടായത് കൊണ്ടാണ് അവർ കാശുണ്ടാക്കിയത്. ഈ പഠിച്ചാലാണല്ലോ ധൈര്യക്കുറവൊക്കെ വരിക. അവർ വലിയ പണക്കാരായുള്ള പല മനുഷ്യരും അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസമില്ല. പക്ഷെ അവരനുഭവം ഉണ്ടല്ലോ, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന സ്കില്ല്, അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്,
അതൊക്കെ ഭയങ്കരമാണ് അവർ. നമ്മൾ വിദ്യാഭ്യാസം നമുക്കിപ്പോൾ ഈ വിദ്യാഭ്യാസത്താണ് നമ്മൾ സ്കൂളിൽ പോണത് മാത്രമല്ല വിദ്യാഭ്യാസം, പുറത്തുള്ള വിദ്യാഭ്യാസവും. അപ്പോൾ നമ്മളിതൊരു ലക്ഷറി ആയിട്ട് തന്നെ ആ കാലത്തുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പൊതുവെ വിദ്യാഭ്യാസത്തിനോട് താല്പര്യം വന്ന കാലമായിരുന്നു മുസ്ലിം സമുദായത്തിന്. അതുണ്ടാക്കിയ മാറ്റം എന്തായിരുന്നു? നമ്മൾ ഈ പറഞ്ഞ പണക്കാരായിട്ടുള്ള പഠിക്കാത്ത ഹിന്ദു മുസ്ലിം എല്ലാ വിഭാഗത്തിലും പെട്ട ആൾക്കാരുണ്ട്. എന്നാൽ ഈ പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിൽ ആ മാറ്റം വരുന്ന പ്രക്രിയ കണ്ടുകൊണ്ട് വളർന്ന ഒരാളാണല്ലോ പി.ടി. അതെന്തായിരുന്നു ആ മാറ്റം? അല്ല, ഞാനൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരു നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ നല്ല മാർക്കും വാങ്ങിക്കുമായിരുന്നു സ്കൂളിലൊക്കെ. പിന്നെയാണ് ഞാൻ കുറേശ്ശെ ഉഴപ്പാൻ തുടങ്ങിയത്. ഉഴപ്പിയിട്ടും ഞാൻ ജയിക്കുമായിരുന്നു. ഉഴപ്പിയാലും ജയിക്കാവുന്ന ഒരു ഇതുണ്ട്. എനിക്ക് മാത്തമാറ്റിക്സ് ആയിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. അതുപോലെ സാമൂഹ്യ പാഠമൊക്കെ. സാമൂഹ്യ പാഠത്തിലൊക്കെ എനിക്ക് 96 കിട്ടിയിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അതൊന്നും ഒരിക്കലും ഒരാൾക്കും കിട്ടാവുന്നതല്ല 96 മാർക്ക് ആ കാലത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടുകയും പിന്നീട് നമ്മളൊരു വേറൊരു ലോകത്താണ്, എല്ലാവർക്കും അതെ, ഇപ്പോൾ കമലിനായാലും വേറൊരു ലോകമാണല്ലോ ഈ കിട്ടുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകൾ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് സെൻറ് തോമസ് കോളേജിലാണ് നമ്മൾ ചെല്ലുമ്പോൾ KR മോഹനൻ സീനിയറായിട്ടുണ്ട് അവിടെ, തൃശ്ശൂർ സെൻറ് തോമസ്. പ്രീ ഡിഗ്രിക്ക് KN ശശിധരനും KK ചന്ദ്രനും ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ലോകമാണ് തുറന്നു കിട്ടുന്നത്. അതൊരു ഭാവിയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഈ സെക്യുലർ ഫാബ്രിക് നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാന റോൾ വഹിക്കുന്നത് ഹോസ്റ്റൽസാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഇപ്പോൾ ഏറ്റവും സമ്പന്നനായുള്ള ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഇതാണ്. ഏറ്റവും സമ്പന്നരും ഏറ്റവും ദരിദ്രരുമായിട്ടുള്ള ആളുകളുണ്ടായിരുന്ന കുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ജസ്റ്റ് സീനിയർ ആയിട്ടുള്ള അയാൾ ഒരു ഹോബി, അയാൾ കള്ളുടിക്കും, ചീട്ട് കളിക്കും, നന്നായി വരയ്ക്കും, പാട്ട് പാടും, അഭിനയിക്കും, സ്പോർട്സ് ഒക്കെ ഉണ്ട്. ബോട്ടണിയാണ് അയാളുടെ സബ്ജക്റ്റ്. ഗംഭീരമായിട്ട് പഠിക്കും, ഒരു ഗതിയില്ല സമ്പത്ത്. അപ്പോൾ നമ്മളോട് വന്നിട്ട് ചെറിയ സാധനങ്ങൾ ചോദിക്കും, ഈ ഒരു ബ്ലേഡിന് തരുമോ? നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ബ്ലേഡില്ല അവനക്ക് ഷേവ് ചെയ്യാൻ. പിന്നെ അവൻ നമ്മളെ ഈ ഗ്യാങ്ങിൽ അവൻ വളരെ പ്രധാനപ്പെട്ട ഒരാളായി. അപ്പോൾ പിന്നീടാണ് നമ്മൾ തീരുമാനിക്കുന്നത് പുതിയ ഷർട്ട് കൊടുത്താൽ അവനവനിടരുത്, അത് മറ്റുള്ളവരിടുക എന്നുള്ളത്. അപ്പോൾ ഈ ഷർട്ട് മാറിയിടില്ല എന്ന് വലിയൊരു ഫാഷനായിരുന്നു. അപ്പോൾ ഞാൻ കമൽ റാമിൻ്റെ ഷർട്ട് ഇട്ട്, കമൽ റാം എൻ്റെ ഷർട്ട് കോയാക്ക് കൊടുക്കും, ഇങ്ങനെ മാറിയിട്ടിട്ടു. അപ്പോൾ നോബഡി നോസ്. അപ്പോൾ കുമാരനൊക്കെ ഒരുപാട് ഗുണം ചെയ്തു. ഷർട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിലും ഒരു ഫ്രട്ടേണിറ്റി വളരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പഠനം കഴിഞ്ഞിട്ട് ആദ്യകാലത്ത് ഗൾഫ് യാത്ര നടത്തിയ, ജോലി തേടി ഗൾഫിലേക്ക് പോയ ഒരാളാണ് പി.ടി. അതും കപ്പലിലാണ് യാത്ര ചെയ്തത്. ആ ഒരു അനുഭവം പറയാൻ പറ്റും? എങ്ങനെയാണ് നമ്മൾ ബോംബെയിൽ എത്തിച്ചേരുന്നതെന്നും അവിടെ നമ്മൾ പിന്നെ ബോംബെയിൽ എൻ്റെ ഫാദറിന് ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു ടീ ഷോപ്പ് പോലത്തെ. അപ്പോൾ എൻ്റെ ഫാദർ സിലോണിൽ നിന്ന് വന്നു. സിലോൺ ലൈഫ് കഴിഞ്ഞു, നാട്ടിൽ വന്നു, അവിടെ ബിസിനസ് ചെയ്തൊക്കെ പരാജയമായി. എന്നിട്ടാണ് പിന്നെ ബോംബെ പോകുന്നത്. ബോംബെയിലൊരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോണത് ട്രെയിനിലാണ് ബോംബെക്ക് പോകുന്നത്. ബോംബെ നിന്നാണ് കപ്പൽ കയറിയിട്ട് പോകുന്നത്. കപ്പൽ കയറിയിട്ട് വെച്ചാൽ അന്ന് പിന്നെ $2 എന്താണ് എക്സ്ചേഞ്ച് ആയിട്ട് തരും. പോകുന്നത് ദുബായിലേക്കല്ലേ? അല്ല, ഞാൻ അബുദാബിക്കാണ് പോകുന്നത്. അബുദാബിക്ക് നിന്നാണ് എനിക്ക് ഇത് പോകാൻ തീരുമാനിച്ചത്. എനിക്ക് ആരുമില്ല അവിടെ, എവിടേക്ക് പോകണമെന്നൊന്നും അറിയില്ല. എൻ്റെ അളിയൻ്റെ ഒരു മരുമകനുണ്ട്, അയാൾ കുറച്ച് ഹൈ പൊസിഷനുള്ള ആളായിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് പോകാം എന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത്. അങ്ങനെ അയാളെ പിന്നെ നമ്മളിവിടുന്ന് സർദാനയിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഛർദി വന്നു. ഈ കപ്പൽ ചുരുക്കെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എനിട്ടില്ല, ഛർദിയൊക്കെ ആയിട്ട് കിടക്കല്. $1 എന്തൊക്കെ വാങ്ങിച്ച്, അല്ല $1
പിന്നെ $1 ഉണ്ടായിരുന്നു, വേറൊരുത്തൻ വന്നിട്ട് വായ്പ വാങ്ങിച്ചിട്ട് എനിക്ക് ഞാൻ കൊടുത്തു. അതൊന്നും അങ്ങനെ തോന്നുന്ന ഒരു കാര്യം, കൊടുക്കണമെന്നൊരു വിഷമമൊന്നും. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ കപ്പൽ കുറച്ച് കടലിലാണ് നിർത്തുക, എന്നിട്ടൊരു ചെറിയ വഞ്ചി വന്നിട്ട് അതിൽ കൊണ്ടുപോവുകയും ചെയ്യുക, ബോട്ട് പോലത്തെ സാധനം വന്നിട്ട്. നമ്മളെ മറ്റേ മാമുക്കോയ പറയുന്നല്ലേ. അപ്പോൾ അതിനവർക്ക് 10 ദിർഹം കൊടുക്കണം. ഇതൊന്നും നമുക്കറിയില്ല. അങ്ങനെ നമ്മളൊക്കെ കൂടി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടും, ഈ ബോട്ടിൽ കപ്പലിൽ നിന്ന് ഇറക്കിയിട്ട്. ഇവിടെ വന്നാൽ പറഞ്ഞു 10 ദിർഹം കൊണ്ടാകും. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ 10 ദിർഹം ഇല്ല, ഒന്നുമില്ല, എൻ്റെ പാസ്പോർട്ട് ഉണ്ടാകും, ആകെയുള്ള ഡോക്യുമെൻ്റാണ് അത്. അത് വാങ്ങിച്ച് അവർ വെച്ച് പിറ്റേ ദിവസം നമ്മുടെ ഒരു ബന്ധുത്വ ഒരാളുണ്ടായിരുന്നു, അയാൾ വന്നിട്ട് 10 ദിർഹം കൊടുത്ത് പാസ്പോർട്ട് വാങ്ങിച്ചു. അങ്ങനെയാണ് ഗൾഫിലെത്തുന്നത്. എനിക്ക് തോന്നുന്നു ആ കാലത്തൊന്നും ബിരുദധാരികളില്ല ഗൾഫിൽ, വളരെ കുറവ് പേരേ ഉള്ളൂ. അവിടെ ബിരുദമൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലാവില്ല എന്താന്ന് പറഞ്ഞാൽ. അവർ ചോദിക്കുന്നത് നിനക്ക് എന്തെങ്കിലും ജോലി അറിയുമെന്നാണ്. ഒരു ബ്രിട്ടീഷുകാരൻ്റെ അടുത്ത് തന്നെ റെക്കമെൻഡേഷനിൽ എൻ്റെ ഒരാൾ കൊണ്ടുപോയി പറഞ്ഞു, പറ്റില്ല, ദിസ് ഈസ് ടു മച്ച് ഫോർ യു, ഇവിടെ ആവശ്യമില്ല, ഇതാരെയും കാണിക്കുകയും വേണ്ട, നോ യൂസ്. പിന്നെ ഞാൻ ജീവിതത്തിൽ ആ സർട്ടിഫിക്കറ്റ് ഒരാൾക്കും കാണിച്ചിട്ടില്ല, ഇല്ല, എവിടെയും കാണിക്കേണ്ടി വന്നില്ല. എനിക്ക് ഏറ്റവും വലിയ കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്, ഇൻ്റർനാഷണൽ കമ്പനിയിൽ. അവിടെ ഒരു സർട്ടിഫിക്കറ്റൊന്നും ചോദിച്ചില്ല, എക്സ്പീരിയൻസും മാത്രം. എന്തായാലും ഗൾഫിൽ അങ്ങനെ പിന്നീടുള്ള ഒരു പ്രശ്നമില്ലാത്ത ജീവിതം തന്നെ കുറച്ചു കാലം എന്നും ഞാൻ അസ്വസ്ഥനായിരുന്നു, എനിക്കിഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് അവിടുത്തെ ജീവിതം ഇഷ്ടമായിരുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് എന്തായാലും നമ്മളൊരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറയണേ, അതിൻ്റെ ഒരു അപകടവും ഇതൊക്കെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് നിങ്ങൾക്കൊക്കെ പറയണേക്കാൾ ഇരട്ടി ഇതിലും അത് ഇന്നെ അടിക്കും സിറ്റിസൺഷിപ്പിൻ്റെ പ്രശ്നം പറയുമ്പോൾ. അതായത് ഇന്ത്യക്കാരനല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എനി സിറ്റിസൺഷിപ്പ് ആർക്കായാലും അതൊരു പ്രശ്നമാണ്. അത് നമ്മളിപ്പോൾ ഈ പറയണതല്ല, ഇപ്പോൾ നമ്മൾ ഈ ഇതിൽ ഇപ്പോൾ അങ്ങനെ ടി വിയിലൊന്നും പറയുന്നതല്ല, അത് വരുമ്പോഴേ അതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കും. ഞാനതാണ് പരദേശി. അതെ, സിറ്റിസൺഷിപ്പ് ഈസ് എ ബിഗ് പ്രോബ്ലം. പ്രത്യേകിച്ച് പലസ്തീനിയൻസൊക്കെ കരയെന്ന് കണ്ടിട്ടുണ്ട്. അവർക്ക് പാസ്പോർട്ടില്ല, അറിയൂ, അവർക്കൊരു ഡോക്യുമെൻ്റ് ഉള്ളൂ, ട്രാവലിംഗ് ഡോക്യുമെൻ്റാണ്. അത് ഓരോ രാജ്യത്ത് അത് വെച്ചിട്ടാണ് അവർ കഴിയുന്നത്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ. അതാണ് അതിൻ്റെ ഒരു ഇതൊക്കെ ഉള്ളത്. അതായത് ഇപ്പോൾ അബുദാബിയിൽ നിൽക്കുമ്പോഴും പിന്നെ പിടിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരനായിട്ട് തന്നെ തിരിച്ചു ചെയ്യും. യാതൊരു സംശയമില്ല, ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരണം തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം, ഏത് കാലത്തും. ഞാനങ്ങനെ നിന്നുപോയി എന്ന് തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആവണ്ടേ വീട്ടിലേക്ക് വരാൻ നല്ലത്. പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നീട് അന്ന് അങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിലും KR മോഹൻ്റെയും ശശിധരൻ്റെ ഒക്കെ ടീമിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അവിടെ ഉള്ളപ്പോൾ ഏത് കാലത്തും അവരെ വിട്ടിട്ടില്ല. അങ്ങനെയാണ് പിന്നെ മുഹമ്മദ് ഫിലിംസ് എന്ന് വരുന്നത് അല്ലേ? അതിന്റെ എംബ്ലത്തിനെ പറ്റിയൊക്കെ പറയുന്ന പറഞ്ഞ രസകരമായ കഥ കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ 2 കുട്ടികൾ മൂത്രമടിക്കുന്നു, ഒന്ന് സുന്നത്ത് കഴിച്ചു, ഒന്ന് സുന്നത്ത് കഴിക്കാത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു നല്ലൊരു സെക്യുലർ ബോണ്ടായിട്ട് അത് വികസിക്കും. അതൊന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല കേട്ടാ. അല്ല ഇതല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞത് സെക്യുലർ ആണെന്നൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമായി അത് എൻ്റെ മോൻ്റെ പേരിടാന്ന് വെച്ച് അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിലൊരു ജാതി പിന്നീടാണ് ഇതൊക്കെ വരുന്നത്. നമ്മളുടെ എന്തൊക്കെ അങ്ങനത്തെ ചിന്ത വരുന്നില്ലല്ലോ. മോഹനും നമ്മളൊക്കെ ഉള്ളൊരു ബന്ധത്തിൽ എന്ത് മതം, എന്ത് ജാതി, ഇതൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ, നമുക്ക് അറിയില്ലായിരുന്നു അന്ന്. അതൊരു വേറൊരു ലെവലിലുള്ള റിലേഷനാണെന്ന് എനിക്ക് തോന്നിയില്ലേ പലപ്പോഴും. നമ്മളത് ഈ മോഹൻ അതുപോലെ അശ്വത്ഥാമാവിലേക്ക് നീങ്ങുന്നത്, മാടമ്പ്, ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു അന്ന്? അത്രയും വലിയ പരിചിതമായ ഒരു സിനിമ കൂട്ടായ്മയൊന്നും അല്ലല്ലോ, തുടക്കക്കാരാണ്, ഇത് വിജയിക്കുമെന്ന് ആർക്കും അറിയില്ല. അതെങ്ങനെ പക്ഷെ രൂപപ്പെട്ട് വന്നതെന്ന് വെച്ചാൽ KR മോഹൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിരിക്കുന്നു, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എനിക്കും കമ്പുണ്ടായിരുന്നു പോകണമെന്നൊക്കെ. പക്ഷേ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കില്ല, ഇപ്പം കണക്ക് പ്രായമായി വെച്ചപ്പോൾ ഞാൻ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഗൾഫിൽ പോയത്.
അങ്ങനെ മോനെ പോയിട്ട് അപ്പോൾ അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയൽ നമ്മളുടെ വലിയൊരു ആകാംക്ഷയായിരുന്നു. എന്താണ് ഈ വീട്ടിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓരോരുത്തരെ കഥകൾ വന്ന് പറയും. മോനെ വളരെ സത്യസന്ധമായിട്ട് പറയുന്നത്. അതിൽ എനിക്കിപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. മോനൻ മുടി നീട്ടിയിട്ടാണ് വന്നത് ഒരു വെക്കേഷൻ. അപ്പോൾ അവൻ്റെ ഗ്രാമത്തിൽ ഇതൊന്നും ഒരു പണിയില്ല. അവൻ്റെ അച്ഛനാണ് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അധ്യാപകനാണ്, മലയാള അധ്യാപകനാണ്. അവരടുത്ത ഒരു തരക്കേടില്ലാത്തൊരു കുടുംബക്കാരുമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ മുടി നീട്ടിയിട്ട് വന്നിട്ട് ആളിലൊക്കെ നോക്കാൻ തുടങ്ങി, ചുറ്റുപാടുള്ളവരൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം പോയി മുടി വെട്ടിച്ച് വളരെ ഫ്രാങ്കായിട്ട് പറയണം. എന്നിട്ട് എന്നോട് ഇങ്ങനെ അവിടെ ഉള്ള ഇതുകൾ പറയും. ഈ പടങ്ങൾ കാണിക്കും, അത്ര വലിയ വലിയ പടങ്ങളൊക്കെ. എന്നിട്ട് ഇവരോട് പിള്ളേരോട് അഭിപ്രായം ചോദിക്കുക, ഹൗ യു ഫീൽ എന്നൊക്കെ ചോദിക്കത്തില്ല. ഓ വണ്ടർഫുൾ. അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് വണ്ടർഫുൾ എന്നാണ് നീ പറയുന്നത്? ഐ കനോട്ട് സേ ദാറ്റ്. ഇവനൊന്നും അറിയില്ല, അവനക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് മോഹനോട് പറഞ്ഞാണ്. അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഇതിലൊരു ഫേക്ക്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളെ ഈ ആർട്ട് മൂവി എന്നൊക്കെ പറഞ്ഞ പലതും കരികേടേണ്ടതുള്ളത് നമുക്ക് അന്ന് ബോധ്യപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഈ മാടമ്പിൻ്റെ അടുത്ത് പോകുന്നു, പിന്നെ ഈ പടം എടുക്കാൻ വേണ്ടി ഇതാവുന്നു, അതിലൊക്കെ തന്നെ ഒരുപാട് ടിപ്സ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാനും മോഹനും കൂടിയിട്ട്, മോഹനൻ അന്ന് ചെണ്ട എന്നൊന്ന് പറഞ്ഞ വിൻസെൻ്റ് മാഷെ പടത്തിൽ അസിസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ആ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോഹനും കൂടിയാണ് പോകുന്നത്. അന്ന് ഷൊർണൂർ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ് നടക്കുകയായിരുന്നു, ചെണ്ടയായിരുന്നു, വേറൊരു പടത്തിൻ്റെ. അവിടെ ചെന്നപ്പോൾ ഇയാൾ ചോദിച്ചു, അത് പൈസ വാങ്ങിച്ചില്ല മോനാ പ്രൊഡ്യൂസറിൽ നിന്ന്. മോനെ ഷോക്ക്ഡായി, ഒന്നും കിട്ടിയില്ല. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും മോനും തിരിച്ചു പോകുന്നു. അപ്പോൾ അന്ന് പറഞ്ഞു മോനെ, ഇനി ഞാൻ ഒരു ഡയറക്ടർ അസിസ്റ്റൻ്റ് ആവില്ല, പറ്റുമെങ്കിൽ ഒരു ഫിലിമും ചെയ്യാനോ ഉണ്ടാണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് സിനിമനെ കുറിച്ചാൽ. നമ്മളതിലാണെങ്കിൽ പൈസയില്ല. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഒരു FFCക്ക് ഫിലിം ഫിനാൻസ് കോർപ്പറേഷന് ഒരു ഇത് കൊടുക്കാൻ തീരുമാനിക്കും. അത് കൊടുക്കാൻ ഏത് സബ്ജക്റ്റ് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് അന്വേഷിച്ചിട്ടാണ് ഇതാ ഇവിടം വരെ എന്ന് പറഞ്ഞിട്ട് പത്മരാജൻ്റെ നോവൽ ഞാനും വായിച്ചിട്ടുണ്ട്, അവനും വായിച്ചിട്ടുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അത് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ് മാടമ്പ് കുഞ്ഞുകൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ അശ്വത്ഥമ എന്ന് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ നോവലാണ്. അവൻ പറയും ഞാനും വായിച്ചിട്ടുണ്ട്, നല്ല നോവലാണ്, അതാലോചിച്ചാലെന്ന് വെച്ച് അതാലോചിക്കാന്ന്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇയാൾ ഞങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ഒരാൾ, പോയി കാണാനൊക്കെ എളുപ്പം. അങ്ങനെയാണ് മാടമ്പിലേക്ക് എത്തുന്നത്. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിനെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. മാടമ്പിൻ്റെ മുരട്ട് സ്വഭാവവും നമ്മളുടെ മുരട്ട് സ്വഭാവമൊക്കെ കൂടി മൂട്ട് ക്ലേഷാവും എന്നൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ മരിക്കുന്നവരെ ഭയങ്കര അടുപ്പായിരുന്നു. പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ടുള്ള യാത്രയിൽ നായകനാവാൻ, ഉപ്പിലെ നായകനായി. അതൊക്കെ വളരെ അവിചാരിതമായിട്ട് സംഭവിക്കുന്ന അത്യാഹിതങ്ങളാണ്. പിന്നെ പുരുഷാർത്ഥം, പിന്നെ പല ചിത്രങ്ങൾ നിർമ്മിച്ചു. പിന്നീടുള്ള ഒരു സിനിമ ജീവിതത്തിൽ സിനിമയിലൊരു പ്രധാനപ്പെട്ട പ്രൊഡ്യൂസറായിട്ടും നടനായിട്ടും ഇല്ലേ, സംവിധായകനായിട്ടും ഒക്കെ മാറി. അപ്പോൾ അത് നോക്കുമ്പോഴേ ഒരു സിനിമ ജീവിതം കൊണ്ട് കിട്ടേണ്ട ഒരു 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 പ്രതിഫലം എന്നല്ല, ഒരു അംഗീകാരം മലയാള സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? കുറൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ കോയ മുഹമ്മദ് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട്. കോയ മുഹമ്മദ് ഇപ്പോൾ അടുത്ത കാലത്തിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്, PT കുഞ്ഞു മുഹമ്മദ് എന്തിനാണ് സംവിധായകനായത്? PT കുഞ്ഞു മുഹമ്മദ് ഗൾഫിൽ പോയിട്ട് പണം ഉണ്ടാക്കാൻ പോയ ആളാണ്. ഈസ് ക്വാളിഫൈഡ് ഓൺലി ഫോർ ടു പ്രൊഡ്യൂസ്. നിനക്ക് പടം നിർമ്മിക്കാൻ മാത്രമേ കേരള അംഗീകാരം നൽകിയിട്ടുള്ളൂ, നീ ആരാ ഡയറക്റ്റ് ചെയ്യാൻ? ഈ ഒരു ചോദ്യം കേരളീയ സമൂഹത്തിലുണ്ടായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയില്ല. നീയൊന്നും ഇത് ബെന്യാമിൻ്റെ അവിടെ ഉണ്ട്, ഇത് TV കൊച്ചു അവാർഡുണ്ട്, എല്ലാവരോടും ഉണ്ട്. എന്നാൽ ഇത് ആനന്ദിനോടില്ല. ഇത് ഗൾഫ് മേഖലയിൽ പോയ ആളുകളോടാണ് ഇത്തരത്തിലുള്ള ഒരു വിവേചന സ്വഭാവം.
എന്നിട്ടും ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് ഒരു പരിധി വരെ. പക്ഷേ എനിക്ക് 2 മൈനസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ ആരും കൈകാര്യം ചെയ്യാൻ കൂട്ടാക്കാത്തത്. അത് അതായത് ഏകമുഖമായിരുന്നു കേരളത്തിലെ ആധുനികത. അംഗീകരിക്കുമോ? ഏകമുഖമായി, ബഹുസ്വരത ഉണ്ടായിരുന്നില്ല. ഒറ്റ ഒരു വിഭാഗത്തിൻ്റെ മാത്രം, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ മാത്രമായിരുന്നു. മറുഭാഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു ദളിത് സിനിമ ഉണ്ടോ? ഇല്ല. എന്താ ഇല്ലാത്ത? ദളിത് വിഷയങ്ങളില്ലാണ്ട് ഉണ്ടാവും, അവിടെയൊക്കെ ചെറുതായിട്ടുണ്ടാവും. ഉണ്ടായിട്ടില്ല. ഒരു ഹീറോ സിനിമ KR മോഹൻ, ഹീറോ സിനിമ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞത് സ്വരൂപാണ്. പിന്നെ വേറൊരു 1-2 ഫിലിംസ് ഉണ്ടാവും അങ്ങനെ കൃത്യമായിട്ട് പറയുന്ന. ശരിയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? അപ്പോൾ ഇവിടെ വന്ന ആധുനികത എന്ന് പറയുന്നത് വന്ന് ഇരുന്നത് ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയിലാണ്. അതുമായിട്ട് മെർജ് ചെയ്യാണ് ചെയ്തത്. പോയിന്റ് ക്ലാരിറ്റി മനസ്സിലായി? അപ്പോൾ അവരുടെ ദുഃഖമാണ്, അവരുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടും. അവരെക്കുറിച്ചാണ് കൂടുതലും നമ്മൾ പറഞ്ഞത് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അംഗീകാരം കുറഞ്ഞത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വേറെ രീതിയിൽ അന്വേഷിക്കാൻ പോയപ്പോൾ ഇത് പരദേശൊന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. സംഭവിക്കുമോ എന്ന് ചോദിച്ചു. അത് സംഭവിക്കും. ഇത് പൗരത്വത്തെക്കുറിച്ചിട്ട് ഇപ്പോഴും വേണമെങ്കിൽ പറയുമ്പോഴും മലബാറിലെ കുടുംബങ്ങളിൽ ഇപ്പോഴും അതൊരു ഭീതിയാണ്. ഞാൻ ഈ പരദേശി സിനിമയുടെ കാര്യവുമായിട്ട് കുറച്ച് വീടുകളിൽ ഞാനും മധുജനാർദ്ദനും കൂടെ പോയപ്പോൾ ആ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആളുണ്ട് അവിടെ. ഈസ് ദർ. 80 വയസ്സായിരിക്കണം. അപ്പോൾ കയറി ചെന്നപ്പോൾ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറയണ ഇല്ല, ആളില്ല അവിടെ. അതെന്താ? അല്ല, അയാളില്ല മോനെ, അവിടെ ഇല്ല, നമ്മൾ പൊക്കോളെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്. അന്ന് രാത്രി എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുകയാണ്. നീ ഇന്ന് താനൂർ പോയിരുന്നു. അപ്പോൾ നീ പിന്നെ എന്തിനാ അവിടെ പോയത്? ആ വീട്ടിൽ അവരാകെ ഭയന്നിരിക്കുന്നു. ഈ ഭയം വലിയ വിഷയമാണ്. പാകിസ്ഥാൻ എന്തിനാണ് ഇയാൾ വന്നത് എന്നുള്ളതാണ് ഭയം. അപ്പോൾ അവൻ പറഞ്ഞത്ര ഇതിന്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവത്തിനാണ്. അവരാകെ പേടിച്ചു, നീ ഒരു വേറെന്തോ കുഴപ്പക്കാരനാണെന്നുള്ള നിലയില്ല അവർ കണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്. ഒരാൾ 20 കൊല്ലം ഭ്രാന്തനായിട്ട് മാറഞ്ചേരിയിൽ 20 ഇയേഴ്സ് അയാൾ ഭ്രാന്തനായിട്ട് അഭിനയിച്ചു. 21ാമത്തെ കൊല്ലം അയാൾ ഒറ്റിക്കൊടുത്തിട്ട് അയാളുടെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അയാൾ എവിടെയാണെന്ന് പോലും ഒരു വിവരം ഇപ്പോഴും ഇല്ല. ഇതുപോലത്തെ 100 കഥകളുണ്ട്. ഞാൻ അത് അന്വേഷിച്ചപ്പോഴാണ് എൻ്റെ വീടിന് ചുറ്റും തന്നെ 5-10 ആളുകൾ ഭയത്തിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു. പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പോലീസ് ആ TG രവി ചെയ്ത കഥാപാത്രം, അതേപോലത്തെ നിരവധി ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാതെ പോകുന്ന ഒരു മനസ്സ് കേരളീയർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അവർ ആകെ കണ്ടത് ഒരു ഏകമുഖമായിട്ടുള്ള ഒരു ജീവിതം. അതിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയമില്ല.